കുഞ്ഞു ചില്ലിനാൽ കാഴ്ചയൊപ്പിടും മന്ത്രജാലമേ നന്ദി ചൊല്ലിടാം. ഞാൻ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നത് ലൈഫിൽ. ഞാൻ പോയിട്ടില്ല, അത് പോയിട്ടില്ല, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. മീൻസ് അത് മാറി കിട്ടിയില്ലേ? ഇപ്പൊ മാറി. അവിടെയൊക്കെ ഇരുട്ടായതുകൊണ്ട് കുഴപ്പമില്ല, ലൈറ്റിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കുഴപ്പമില്ല. നമ്മുടെ പണി ഇതായതുകൊണ്ട് കാണുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ജോൺ പറഞ്ഞോട്ടെ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ഞാൻ തന്നെയാണ് ലൈറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഞാൻ തന്നെയാണ്. ഓക്കെ, എന്തായാലും എല്ലാവരും വന്നു, ഭയങ്കര സന്തോഷം എല്ലാവരെയും ഇവിടെ കാണുമ്പോഴത്തേക്കിന്. ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും മനോഹരമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഭയങ്കര രസമായിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പല ചാനലുകളും രഞ്ജിന് തന്നെ കമ്പയർ ചെയ്തിരിക്കുന്ന പല ചാനലുകളിലും പ്രോഗ്രാം നടക്കുമ്പോൾ മുന്നിൽ ഇങ്ങനെ ടെൻഷൻ ഇല്ലാണ്ട് ആൾക്കാർ ഇരുന്ന് കൈയൊക്കെ അടിക്കുന്നു. ഞാനിപ്പോൾ അതുപോലെ ടെൻഷൻ ഇല്ലാണ്ട് കൈ അടിച്ചു. അപ്പോൾ അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് വെൽഫെയർ ടീമിനോടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ വന്നതിന് ശേഷം അവർ ഈ സിനിമ എടുത്തങ്ങ് വേറെ സ്പേസിലേക്ക് വെച്ചു. കാരണം അവർ ആ സിനിമ കണ്ടു, ഞാൻ അതിനാദ്യം നന്ദി പറയേണ്ടത് വെൽഫെയർ ടീം, പിന്നെ ദുൽഖർ. എൻ്റെ ഒരു ട്രാവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2010 ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത്. അപ്പം ഞാൻ അത് ഈ സിനിമയ്ക്കുള്ളിൽ സിനിമയായതുകൊണ്ട് അതൊന്ന് പറയണം തോന്നി. ആദ്യമായിട്ട് ഞാൻ 26 സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു. 26ാമത്തെ ആളായിരുന്നു രാജേഷ് പിള്ള. ട്രാഫിക് എന്ന സിനിമ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ട്രാഫിക് എന്ന സിനിമയിലാണ്. അപ്പോൾ ആ സിനിമ തന്നെ മലയാള സിനിമേനെ ഒരുപാട് അവിടുന്നാണ്. ട്രാഫിക്കിന് ശേഷവും മുമ്പും പിമ്പും എന്നുള്ളൊരു വാർത്ത ആ സമയത്തും അപ്പോഴും ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അപ്പം രാജേഷ് പിള്ള ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തത് സമീർ താഹിർ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ, ചാപ്പാകരിച്ച്, നീലാകാശം, പച്ചക്കടൽ, അങ്ങനത്തെ ഒരു ട്രാവൽ അദ്ദേഹത്തിനോടൊപ്പം അസിസ്റ്റന്റ് ആയിട്ടോ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. ഞാൻ എൻ്റെ 2 ആശാന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ ദുൽഖറിനൊപ്പം നീലാകാശം സിനിമ ഞങ്ങളൊരു 1.5 വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നു. വളരെ ക്ലോസ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സിനിമയ്ക്ക് ഒരാൾ വേണം അതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. കാരണം ഞങ്ങളെല്ലാം പുതിയ ആളുകളാണ്, ആക്ടേഴ്സ് എല്ലാം പുതിയ ആൾക്കാർ. ഞാൻ എപ്പോഴും അങ്ങനത്തെ സിനിമകളാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം അതിനൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളടാ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ടീമും ആ സിനിമ ടേക്ക് ഓവർ ചെയ്യുകയും അതിപ്പം കേരളം മുഴുവൻ ആ സിനിമയെ എത്തിക്കുകയും ചെയ്തു. അവർക്കൊരു വലിയ നന്ദി, കയ്യടിയും നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. പിന്നീട് ഞാൻ E4 Entertainment എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഒരു 10-15ഓളം സിനിമകൾ അങ്ങനെ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഗപ്പി എന്ന സിനിമ എഴുതി സംവിധാനം ചെയ്യുന്നത് 2016. 19 അമ്പിളി, പിന്നെ 22 രോമാഞ്ചം. അത് നിർമ്മിക്കുമായിരുന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു സിനിമ സംവിധാനം ചെയ്ത്. ഇപ്പോൾ ആ ചാനലിലെത്തി നിൽക്കുന്നു. യാത്ര നല്ല രസമാണ് യാത്ര, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത് ശ്രീനിയേട്ടൻ, ഞാൻ ശ്രീനിവാസൻ, ഞാൻ അദ്ദേഹത്തെ ഇപ്പം ഓർക്കുകയാണ്. അദ്ദേഹം നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയി. ഗപ്പി എന്ന സിനിമ നടക്കാൻ കാരണവും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ ഇവിടെ എല്ലാവരും ആയിട്ട് പറയുന്നതാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുന്ന സിനിമയാണ് നമ്മൾ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന. അതെ, അതെ അതെ. ഇതെല്ലാം കൂടെ നല്ല കേറ്റി വയ്ക്കുമ്പോൾ ടെൻഷൻ കൂടൂലേ? അത് അറിയില്ല. ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് സൂരജ് പറഞ്ഞ പോലെ അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സൂരജും വിഷ്ണു ആയിരുന്നു ആദ്യത്തെ 2 സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അവര് ചെന്നൈയിലേക്ക് പോയ പുറകെ ഞാനും അങ്ങ് പോയി. അവിടെ ചെന്ന് ഞാൻ മ്യൂസീഷ്യൻസിന്റെ കൂടെ ആയിരുന്നു ജീവിച്ചിരുന്ന മുഴുവൻ. സുഷിൻ, യാക്സൻ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരുടെ കൂടെ ജീവിച്ചപ്പോൾ എനിക്കിത് അറിയാം മീൻസ് അത് മനസ്സിലായി. അതെ, അപ്പം അത് ഞാൻ
അങ്ങ് പ്രാവർത്തികമാക്കി. ഞാൻ ട്രൈ ചെയ്തു. It's beautiful, I must say. മാത്രമല്ല ഇതൊരു ഫാമിലി പ്രോജക്റ്റും കൂടെയാണല്ലോ. അതെ. ഇത് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാതെ മാത്രമല്ല, അന്നമ്മും ഇതിൽ പ്രൊഡ്യൂസറാണ്. I think yes, and Suraj as well. നമുക്ക് അവരെ ഈ ഒരു ഇൻസ്റ്റന്റിൽ വേദിയിലേക്ക് വിളിച്ചാൽ I think we can complete the production. ആശാനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാതെ നിർത്താൻ പറ്റില്ല. എന്തായാലും ആശാൻ അല്ലാണ്ട് ഈ സിനിമയിൽ മറ്റൊരു ആശാനെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് സന്തോഷം. ആശാൻ എന്ന സിനിമ ഉണ്ടായി വരുന്നത് വളരെ അടുത്ത് നിന്ന് കണ്ട ഒരാളാണ് ഞാൻ. അത് പ്രൊഡ്യൂസർ എന്ന നിലയിലും ജോൺ പൊളനാളുടെ ലൈഫ് പാർട്ട്ണർ എന്ന നിലയിലും എൻ്റെ ഒരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സൂരജേട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് പുതിയ ആൾക്കാർ, പുതുമുഖങ്ങളുണ്ട്, പുതിയ ടെക്നീഷ്യൻസ് ഉണ്ട്. അതുപോലെ ഇത് തീർച്ചയായിട്ടും കുറച്ചൊക്കെ പ്രയാസമേറിയ ഒരു യാത്രയായിരുന്നു സിനിമ നിർമ്മിക്കുക. അതിനും കൂടെ നമ്മൾ പല പല സെക്ടറിൽ ആളുകൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ആളെ കിട്ടിയിട്ടില്ല വീട്ടില്, അതല്ലേ സംഭവം. ഒരുമിച്ചുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ജോൺ പോളിന്റെ അടുത്ത് ആ ഒരു സംഗീതം നമുക്ക് വേണ്ടി ഞങ്ങൾക്ക് 4 വരി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്ലീസ്. ഇതിനകത്ത് ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മ, എനിക്ക് പാട്ട് കിട്ടിയത് എൻ്റെ അമ്മയിൽ നിന്നാണ്. അപ്പൊ അമ്മ അവിടെ ഇരിപ്പുണ്ട്, അമ്മ അവിടെ ഇരുന്നത്. അപ്പൊ ഭയങ്കര ഇമോഷണലാണ്. അപ്പോൾ ഞാൻ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ ഞാനൊരു പാട്ട് പാടി കേൾക്കണമെന്ന്. അപ്പൊ ഞാനിത് വേറൊരാളെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. പക്ഷെ ഞാനിത് ട്രാക്ക് പാടി ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് പിന്നീട് എനിക്ക് എൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ പാടി അതായത് ഞാൻ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞ് അവസാനം ഞാൻ ഈ പാട്ടിറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് റെഡിയാക്കി പോയിട്ട് ഇത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നത്. Is this your first film song? അതെ. Oh wow, അപ്പൊ അമ്മയുടെ ആഗ്രഹം. അതെ. അപ്പം ആശാനെ ഒന്ന് വരാമോ? ആശാൻ അതിനകത്ത് 2 പേര് പാടിയിട്ടുണ്ട്. സിനിമയായതുകൊണ്ട് ക്യാമറയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ലെൻസിനെ കുറിച്ചൊക്കെ വിനായകൻ അതിഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വരി ആശാനെ കൊണ്ട് തന്നെ പാടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മൈക്ക് പിടിക്കും. റെക്കോർഡ് ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പാടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ നമ്മള് ആശാന്റെ കണ്ണുനിട്ട് കാത്തിരുന്നിട്ടും ഒക്കെ ഒരുപാട് പാടി കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യിച്ചതാണ്. അതായത് കുഞ്ഞു ചില്ലിനാൽ കാഴ്ചയൊപ്പിടും മന്ത്രജാലമേ നന്ദി ചൊല്ലിടാം, വാക്കിലുള്ളതോ രൂപമാകവേ 100 ഭാവമാൽ ഭംഗിയിടാം. അച്ഛൻ ഈ 2 വരെയും പാടിയിട്ടുള്ളൂ, ബാക്കിയാവുക. ചിറകേ ചിറകേ വെൺവാനത്തേറാനോളം വന്നോ, ചിരിയേ ചിരിയേ വിടരാനായി നീയും കൂടെ നിന്നോ, പിന്നിടുന്ന ദൂരം മെല്ലെ നല്ല പാതയാകും പോലെ ഉള്ളിടുപ്പുകൾ വേഗം കൂടുന്നുണ്ടാവും. ഇന്നലെ വരെ മണ്ണിലെങ്കിലും ഇന്നു ചിന്തകൾ നാം പണിഞ്ഞു പോ, നോവു തിന്നതും നോമ്പു നോറ്റതും മുന്നിലായിരം വർണ്ണചിത്രമാ. ചിറകേ ചിറകേ വെൺവാനത്തേറാനോളം വന്നോ, ചിരിയേ ചിരിയേ വിടരാനായി നീയും കൂടെ നിന്നുവോ, ഇടുന്ന ദൂരം
ദൂരം മെല്ലെ നല്ല പാതയാകും പോലെ ഉള്ളിടുപ്പുകൾ വേഗം കൂടുന്നുണ്ടാവോ. ഓക്കെ, താങ്ക് യു. അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് താളം പിടിക്കുന്ന അമ്മയാ. I think അമ്മ ഭയങ്കര ഭാഗ്യം ചെയ്ത അമ്മ കൂടെയാണ്. അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മക്കൾ നടത്തി കൊടുക്കുന്നുണ്ട്. ഐ തിങ്ക് വെരി വെരി ബ്ലെസ്ഡ് മോം. എന്തിനാ ചേട്ടാ ആശാനെ കാണാൻ വേണ്ടി ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം ജോൺ.